തന്നെ ആ മക്കളിലേക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള ഒരു പ്രചോദനം നൽകുന്ന രക്ഷിതാക്കൾ പോലും വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്റെ കുട്ടിയെ കൊണ്ട് എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉപകാരം കിട്ടണം. പക്ഷേ ആ കുട്ടിയെ വളർത്തേണ്ട രൂപത്തിൽ വളർത്താൻ രക്ഷിതാക്കളാകുന്ന നമുക്ക് കഴിയുന്നുമില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിന് അർത്ഥമുണ്ടോ? ഈമാനുള്ള രക്ഷിതാക്കളെ, ഈമാനുള്ള ഉമ്മമാരെ വലിയ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മദ്രസയിലേക്ക് ഒരു കുട്ടിയെ ചേർക്കാമെന്നാൽ ആ മദ്രസയിൽ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞിട്ടൊരു പേര് തന്നെ എഴുതി കൊടുക്കേണ്ട സ്ഥലം ഉണ്ടാവും. പേര്, വിദ്യാർത്ഥിയുടെ പേര്, ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, അത് കഴിഞ്ഞൊരു രക്ഷിതാവിന്റെ പേര്. ആരാ രക്ഷിതാവ്? ഉമ്മയും ഉപ്പയുമാണോ? അല്ല, ആ ഉമ്മയും ഉപ്പയ്ക്കുമുള്ള അധികാരമാണ് രക്ഷിതാവെന്ന് പറയുന്നത്. ആ അധികാരം അല്ലാഹുവിനെ ആലോചിച്ചുകൊണ്ടാവണം, പരിശുദ്ധ ദീനിനെ ആലോചിച്ചുകൊണ്ടാവണം. ആ രക്ഷിതാവെന്ന് പറയുന്ന ഉത്തരവാദിത്വം ചെറുതല്ല. അല്ലാഹുവിന്റെ ഖുർആനിൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ വൽ ഹിജാറ. പാരത്രിക ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകം പടച്ചു വെച്ചിട്ടുണ്ട്. ആ നരകത്തിലെ വിറകുകളായിട്ട് അല്ലാഹു പരിചയപ്പെടുത്തിയത് പാറക്കല്ലുകളും മനുഷ്യന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, ആ നരകത്തെ തൊട്ട് നീ കാവല് ചോദിക്കണേ, ആ നരകത്തിൽ നിന്ന് നീ രക്ഷപ്പെടണേ. നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിന്റെ അഹ്ലുകാരും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ, നിന്റെ രക്ഷിതാക്കളെ രക്ഷപ്പെടണോ, നിന്റെ ഭാര്യ മക്കളെ രക്ഷപ്പെടണോ. ആ ഒരു നല്ല ജീവിതമാവണം നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ എപ്പോഴാണോ നമ്മുടെ കുടുംബം മാറുന്നത്, എപ്പോഴാണോ നമ്മുടെ മക്കള് മാറുന്നത്, അപ്പോഴാണ് നീ യഥാർത്ഥ രക്ഷിതാവ് കേട്ടോ. അപ്പോൾ ആ നിലക്കുള്ള നല്ലൊരു രക്ഷിതാവാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് മക്കൾക്ക് നാം മുൻഗാമികളെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസരം ഒരുക്കണം. രാത്രിയാവാം, പകലാവാം, സൗകര്യമുള്ള സമയത്തിലാവാം. ഞാനിപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വളാഞ്ചേരിക്കപ്പുറത്ത് പൂക്കാട്ടിയിൽ വാദി ത്വയ്ബ എന്ന് പറയുന്ന മഹത്തായ മസ്ജിദിലാണ് ഈ വർഷം ദർസ് ആരംഭിച്ചിട്ടുള്ളത്. അവിടെ ദർസ് ആരംഭിച്ചപ്പോൾ തന്നെ ഒരു മജ്ലിസ് അവിടെ നിന്ന് അൽഹംദുലില്ലാഹ് പ്രഖ്യാപിച്ചു. പൂർണ്ണമായും മഹ്മൂസ് മൗലിദ് ചൊല്ലിയിട്ട് ആ മജ്ലിസിൽ വെച്ച് അല്പ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സ്. ആ സമയത്ത് തന്നെ എല്ലാവരോടും പറഞ്ഞത്, ആ മജ്ലിസ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ്. ആദ്യമായി നിങ്ങളൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മജ്ലിസിലേക്ക് വരുമ്പോഴുള്ള നിബന്ധന, ആ മജ്ലിസിനെ കുറിച്ച് അറിഞ്ഞതു മുതൽ എല്ലാ ദിവസവും മങ്കൂസ് മൗലിദിൽ നിന്ന് ഒരു ഹദീസ് നിർബന്ധമായും നാം ചൊല്ലിയിരിക്കുന്നു. ആ മജ്ലിസിലേക്ക് വരുന്നത് വരെയുള്ള എല്ലാ ദിവസവും ഒരു ഹദീസ് മങ്കൂസ് മൗലിദ് വീട്ടിൽ കൂട്ടമായിട്ടോ അല്ലെങ്കിൽ തനിച്ചോ ചൊല്ലിയിട്ടാണ് ആ മജ്ലിസിലേക്ക് വരേണ്ടത്. എന്നിട്ട് അതിന്റെ പൂർത്തീകരണവും പ്രാർത്ഥനാ മജ്ലിസുമാണ് മാസത്തിൽ ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ മജ്ലിസുകളും വീടുകളിൽ മൗലിദ് ഓതലൊക്കെ ഇന്ന് വളരെ കുറവായിട്ടായി. അതുകൊണ്ട് തന്നെയാണ് മാരക രോഗങ്ങൾ ഇങ്ങനെ അധികരിച്ചു വരുന്നത്. ഇന്ന് ചെറിയ രോഗം വന്നാൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും അത് വലിയ രോഗമായി മാറുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മുഴുവൻ രോഗികൾക്കും ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ വീട്ടിൽ ആത്മീയതയില്ല.